നമസ്കാരം. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് വിശദീകരിച്ചുള്ള യുടേൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. ഇറാനിലെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും തകർത്തെന്നും യുദ്ധവിജയം നേടിയെന്നും പറഞ്ഞുള്ള പിന്മാറ്റം. എന്നാൽ അമേരിക്കൻ വ്യോമസേന ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അണുവായുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കാനായില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തി CNN ചർച്ചകൾക്ക് പുതിയ തലം നൽകി. അതായത് ട്രംപിന്റെ വീരവാദം തള്ളാണെന്ന് പറയുകയാണ് അന്താരാഷ്ട്ര മാധ്യമം. ഇതോടെ സേനയെ അപമാനിക്കരുതെന്ന് ട്രംപ് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നു. അതിനിടെ ട്രംപിനെ ഇംപീച്ച് ചെയ്യാനും നീക്കം സജീവമായി. അതായത് അമേരിക്കയിൽ ഭരണമാറ്റ സാധ്യത തേടുകയാണ് പ്രതിപക്ഷം. ഇതിനെ ട്രംപ് അതിജീവിച്ചേക്കാം. പക്ഷേ ഇറാനെതിരായ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ഗ്ലാമർ ഇടിക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ദയവായി അതാരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പിന്നാലെ ഇസ്രയേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും ഇസ്രയേൽ ട്രംപിനെ അനുസരിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രയേൽ സർക്കാർ അറിയിച്ചു. വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രയേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനവും എത്തി. ഇതിനു പിന്നാലെയാണ് ഇറാൻ ആഘോഷം തുടങ്ങിയത്. ഖത്തറിലെ അമേരിക്കൻ വ്യോമസേന താവളത്തെ ആക്രമിച്ചതോടെ ഇറാനിൽ വലിയ ആഹ്ലാദമാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി താരവുമായി. അപ്പോഴാണ് അമേരിക്കയിൽ ട്രംപിസം വെല്ലുവിളി നേരിടുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ കനത്ത നാശമാണ് വിതച്ചത്. ഇസ്രയേലിലെ തെക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബീർഷെബയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങി. ഇതിനിടെ വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് പരാമർശിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടെന്നാണ് ട്രംപിന്റെ വാദം. ഇസ്രയേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം എൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു സമയം ഇപ്പോഴാണെന്ന് എനിക്കറിയാമായിരുന്നു. ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ. രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. അവർക്ക് നേടാൻ ഒരുപാടുണ്ട്. എന്നാൽ നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ നിന്ന് വ്യതിചലിച്ചാൽ നഷ്ടപ്പെടാനും ഒരുപാടുണ്ട്. ഇസ്രയേലിൻ്റെയും ഇറാന്റെയും ഭാവി അതിരുകളില്ലാത്തതും വലിയ വാഗ്ദാനങ്ങൾ നിറഞ്ഞതുമാണ്. ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെ ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ US താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം. അതേസമയം US താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ദുർബലമായ പ്രത്യാക്രമണമെന്ന് ഇതിനെ വിശേഷിപ്പിച്ച ട്രംപ് മുൻകൂട്ടി അറിയിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഇറാനെ പരിഹസിച്ചിരുന്നു. US-ഉമായുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ US വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണമെന്നുമായിരുന്നു നയതന്ത്രജ്ഞർ വിലയിരുത്തിയത്. 12 ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിട്ടുണ്ട്. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുകയെന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദികളായ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചെന്നും പെസഷ്കിയാൻ അറിയിച്ചതായി ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വൻ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രയേലിന്റെ താല്പര്യമാണ് ഇറാനെ 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുറ്റപ്പെടുത്തി. US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും US-ഉമായിട്ടുള്ള ആശയവിനിമയം പുനരാരംഭിക്കുമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പെസഷ്കിയാൻ അറിയിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഒരു ദിവസമാകുമ്പോഴാണ് ഇറാന്റെ പ്രസ്താവന. തിങ്കളാഴ്ച രാത്രി ഖത്തറിലെ US വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കകമാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ നാടകീയമായ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചത്.